ട്രിവാൻഡ്രം വരെ വന്നിട്ട് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കാണാതെ പോയാലോ അല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അത് നട്ടുച്ചയ്ക്ക് എന്തുമല്ലേ, എറണാകുളം പോയിട്ട് മറൈൻ ഡ്രൈവ് നട്ടുച്ചയ്ക്ക് കണ്ട ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെയാണോ ഇത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എൻട്രി ചെയ്തെങ്കിലും ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ അമ്പലക്കുളത്തിൽ നിന്ന് നമ്മൾ ക്ഷേത്രത്തിൽ ഒരു വ്യൂ കാണുന്നുണ്ടല്ലേ, അത് അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കുമ്പോൾ വെയിലൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. കുടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അങ്ങ് നടന്ന അമ്പലത്തിൻ്റെ ചുറ്റുപ്രദേശങ്ങളൊക്കെ കണ്ടു. അതേപോലെ അമ്പലം നല്ലവണ്ണം കണ്ടു, നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 4-5 മണിക്കൊക്കെ നട തുറക്കാനും ചാൻസ് ഉണ്ട്. അത് കാരണം വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരുടെ മുണ്ടൊക്കെ ഉടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ മുണ്ടൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അത് മുണ്ടൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് പേര് മുണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങുന്നത്, ചിലർ ഉടുത്തുകൊണ്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പം അത് ഉടുത്തുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കടയിലൊക്കെ ഒന്ന് കയറി ചെറുതായിട്ടൊന്ന് പർച്ചേസിങ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലാണ് വന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വാങ്ങിച്ച് കുട്ടികൾക്ക് 2-3 കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. എന്നാലും എനിക്ക് പിന്നെയും ആ കുളമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ മീനുകളുണ്ടായിരുന്നു. അതും വലിയ വലിയ മീനുകളില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിനോടടുത്ത് തന്നെ കുറേ പ്രാവുകളും നിൽക്കുന്നുണ്ട്. അപ്പം അതുങ്ങൾക്ക് ഇതുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടും ഇരിക്കുന്നത് കണ്ടു. കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ചുവട്ടിലിരുന്നു, കാരണം ഇവർ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. അങ്ങനെ ബാക്ക് ടു നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ അടുത്ത് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചു. പിന്നെ ഇങ്ങോട്ട് പോകണമെന്ന് വേണ്ടാന്ന് വെച്ചു, കാരണം ചൂട് അത്രയ്ക്കും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ